ഹായ് ഗായ്സ്, പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ്. നമ്മുടെ അബി ജ്വല്ലറിയിൽ നടത്തിയ ആ കള്ളസ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് വിറ്റിട്ടില്ല ആ കള്ളത്തരം മുത്തശ്ശൻ മുൻകൈ എടുത്ത് തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്താണ് ചെയ്യുന്നത്. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. അബിക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ചന്തുമോളുടെ അച്ഛനാണെന്നുള്ള വിവരം കൂടി DNA ടെസ്റ്റ് റിസൾട്ട് വരുമ്പം തെളിയൊക്കെ ചെയ്യാണ്. അപ്പോഴാണ് മുത്തശ്ശനൊരു തീരുമാനം എടുക്കുന്നത് അവിടുന്ന് അബിയെ അടിച്ചിറക്കാമെന്നൊക്കെ ഉള്ളത്. ആ തീരുമാനത്തിനൊക്കെ പിന്നെ മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ മുത്തശ്ശൻ പോകുന്നുണ്ട്. ഏതായാലും അബിയുടെ കള്ളത്തരങ്ങൾ പൊക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോള് അനന്തപുരിയിൽ ആകെ മൊത്തം ശ്വാസം മുട്ടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ആ കുട്ടിയെ ശ്രദ്ധിക്കാനാണെങ്കിൽ അവിടെ ആരുമില്ല. ആകെപ്പാട് ദേവയാനി നന്നായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ദേവയാനി പിന്നെ ആ വഴിക്ക് എങ്ങും നോക്കുന്നു പോലുമില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെങ്കിലും അവർക്കതിനെ അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അനാമികയുടെയും ജലജയുടെയും വക വഴക്കും അടിയും എല്ലാം കൊണ്ടിട്ട് ആ കുഞ്ഞങ്ങ് പേടിച്ച് വിറച്ചാണ് അനന്തപുരിയിൽ കഴിയുന്നത്. നയന മാത്രമാണ് അവിടെ ഒരു ആശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നയന ഓഫീസിൽ നിന്ന് നേരത്തെയൊക്കെ വരുന്ന ചന്തുമോളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. നയന വന്നപ്പോൾ ചന്തുമോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന കാണുന്നത്. അപ്പോൾ ചന്തുമോളോട് നയനെ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അങ്ങ് പേടിയാവുക. അത് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നയനയോട്, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറയാണ്. അപ്പോൾ നയനയ്ക്ക് ശരിക്കും വിഷമം തോന്നുക. എന്നിട്ട് നയന പറയുന്നുണ്ട്, അതെ മോക്ക് ഇപ്പം തന്നെ അമ്മയെ കാണാൻ പോകണോ? ഞാനും വരാം, നമുക്ക് 2 പേർക്കൂടെ പോകാം. റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണോ മോള്? നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യമാണല്ലോ. ദേവയാനി നയനോട് ചോദിക്കുക, ഇന്നെന്താ നീ നേരത്തെ വന്നത്, എന്തിനാ ഇപ്പം നേരത്തെ വരാൻ പോയത് എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുക, അമ്മേ ഈ കുഞ്ഞിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന അമ്മ കാണുന്നില്ലേ, അമ്മ എന്തിനാ ഇതിനോട് ഈ ദേഷ്യം കാണിക്കുന്നത്? ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ പോലും ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ അങ്ങനെ പെരുമാറുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അമ്മ കൂടി ഈ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് ആ കുഞ്ഞിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അതിനെ അങ്ങ് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കതിനോട് വെറുപ്പാണ് തോന്നുന്നത്. ആദർശ് ഇങ്ങനൊരു കള്ളത്തരം ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ദേഷ്യമാണ് തോന്നുന്നു എന്നൊക്കെ ദേവയാനിയും പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ കൂടി അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞിവിടെ ഒറ്റപ്പെടുകയാണ്. ഞാൻ വന്നപ്പോൾ പാവം അതിവിടെ ഇരുന്ന് കരയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് കേട്ടിട്ടൊരു രസമൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, കരയട്ടെ, അതിനിപ്പോൾ എന്താ, കുട്ടികളാവുമ്പോൾ കരയില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നയന പറയാം, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ അമ്മയെ കാണാൻ പോവാന്ന് പറയാം. അപ്പം ദേവയാനി ചോദിക്കുക, നിനക്ക് വേറൊരു പണിയില്ലേ, നിനക്ക് നാണമില്ലേ അവളെ പോയി കാണാനായിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയാം, അതെന്തിനാ ഞാൻ നാണിക്കുന്നത്, ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആരുടെയോ ചതിയിൽ പെട്ടുപോയി. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് 100% ഉറപ്പ് എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ അനഘയെ കാണാൻ പോകുന്നതിന് എന്തിനാ വിഷമിക്കുന്നത്? പിന്നെ അതുപോലെ ചന്തുമോക്ക് അവളുടെ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, ജീവിച്ചിരിക്കുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ആ കുഞ്ഞിനെ അതൊന്ന് കൊണ്ട് കാണിക്കണമെന്ന് എനിക്ക് തോന്നുക. അതുകൊണ്ട് ഞാൻ അനഘയുടെ വീട് വരെ ചന്തുമോളുമായിട്ട് പോവാണ് എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ചെല്ല്, അതിനെ കൊണ്ടുപോയി അതിൻ്റെ അമ്മയൊന്ന് കാണിച്ചിട്ട് വാ എന്നൊക്കെ പറയുക. അങ്ങനെ നയന ചന്തുമോളോട് പറയുന്നുണ്ട്, നമുക്ക് പോകാം കേട്ടോ, അമ്മയെ കാണാൻ പോകാം, മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറയാം. അപ്പോഴേക്കും നയന എന്നിട്ട് പോകാൻ ഇറങ്ങുകയാണ് ചന്തുമോളുമായിട്ട്. അന്നേരം നമ്മുടെ അനാമികയും ജലജയും ജാനകിയും കൂടെ മുന്നിലേക്ക് വരിക. എന്നിട്ട് ചോദിക്കുക, ഈ കൊച്ചിനെ കൊണ്ട് കളയാൻ പോവാണോ അതോ അവളുടെ അമ്മയുടെ അടുത്ത് നിർത്താൻ പോവാണോ? ഇപ്പം നയന പറയുന്നുണ്ട്, ഞാൻ ഈ കുഞ്ഞിനെ അതിൻ്റെ അമ്മയൊന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടി പോവാ. അപ്പോഴുടനെ തന്നെ ജലജ പറയാ, കാണിക്കുക മാത്രമല്ല അതിനെ അവിടെ തന്നെ അങ്ങ് നിർത്തിയേച്ച് പോരെ, എന്തിനാ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അനഘയെ നോക്കാൻ അവിടെ ആളുണ്ടല്ലോ, കൂടെ ആ കുഞ്ഞും അവിടെ വളർന്നോളുകയല്ലേ, ഇവിടെ കൊണ്ട് നിർത്തുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നയന ഒന്നും മിണ്ടുന്നില്ല, സൂക്ഷിച്ചൊന്ന് നോക്കുക ജലജെ. അപ്പോൾ അനാമിക പറയാം, പറഞ്ഞത് കേട്ടല്ലോ, തിരിച്ചു വരുമ്പോൾ നീ മാത്രം വന്നാൽ മതി, നീയും വന്നില്ലേ കുഴപ്പമൊന്നുമില്ല, കൊച്ചിനെ അവിടെ അതിൻ്റെ തള്ളയുടെ അടുത്താക്കി വെച്ച് പോരണമെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല, മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, മുത്തശ്ശൻ പറയാതെ ഈ കുഞ്ഞ് ഇവിടുന്ന് എങ്ങോട്ടും പോവുകയില്ല. ഇപ്പം ഞാൻ തൽക്കാലം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അതിൻ്റെ അമ്മയെ കാണിക്കും, അതിനുശേഷം തിരിച്ച് അതുപോലെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മുത്തശ്ശനോട് പറഞ്ഞാൽ മതി കേട്ടോ, എന്നോട് പറയാനൊന്നും നിൽക്കണ്ട എന്ന് അനാമികയോട് പറഞ്ഞിട്ട് കൊച്ചുമായിട്ട് പോവുകയാണ് നയന.
അപ്പോൾ നമ്മുടെ ജലജ അബിയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബിയോട് പറയുക എങ്ങനെയെങ്കിലും ഇതൊക്കെ പറഞ്ഞൊന്ന് കുത്തി തിരിച്ച് കൊടുക്കണ്ടേ. അപ്പം ജലജ അബിയോട് പറയാണ്, എടാ നയന ആ നാണമില്ലാത്ത അവൾ ആ അനഘയുടെ വീട്ടിലേക്ക് ആ കൊച്ചിനെയും കൊണ്ട് പോയിരിക്കുക. സത്യം പറഞ്ഞാൽ അവളെ സമ്മതിക്കണം കേട്ടോ. ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെയും കൊണ്ട് ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള ഗട്ട്സ് അവൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അബിക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ്. നയന ഇനി അങ്ങോട്ട് പോവുകയാണല്ലോ, അനഘ ഇനി എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് അബിക്ക് ടെൻഷൻ ആവുക. അപ്പോൾ അബി ചോദിക്കുകയാണ്, അമ്മേ സത്യമാണോ നയനെ അങ്ങോട്ട് പോയോ? പിന്നെ അവൾ ആ കൊച്ചിനെ ഇങ്ങോട്ട് പോയി, അവിടെയെങ്ങാനും അതിനെ നിർത്തിയിട്ട് പോന്നാൽ മതിയായിരുന്നു, ഇനി അതിനെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരാതെ എന്നൊക്കെ പറയുമ്പോൾ അബി പറയാം, ശരിയമ്മേ ഫോൺ വെച്ചോ എന്ന് പറയാണ്. അബി എന്നിട്ട് അബിയുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് അവരോട് പറയാം, എടാ ആ നയന കൊച്ചിനെയും കൊണ്ട് പോയിട്ടുണ്ട് അനഘയുടെ അടുത്തേക്ക്. അവൾ ജീവശവമായിട്ട് കിടക്കുകയാണേലും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ ഇനി കൊച്ചിനെയെങ്ങാൻ കാണുമ്പം? അവൾ എൻ്റെ പേരെങ്ങാനും വിളിച്ചു പറയാൻ സാധ്യതയുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്മാർ പറയും, എന്താ ഈ പറയുന്നത് സാറേ, സാറിൻ്റെ പേര് എങ്ങനെയാണ് അവൾ പറയാനാ? നല്ല നാവുണ്ടായിരുന്നപ്പോൾ അവൾ പറഞ്ഞില്ല, പിന്നെ ഇപ്പം ആകെപ്പാടെ ജീവശവമായിട്ട് കിടക്കുന്ന അവൾ സാറിൻ്റെ പേര് വിളിച്ചു പറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സാറിൻ്റെ പേരൊന്നും അവൾ പറയാൻ പോകുന്നില്ല. ആ നയന കൊച്ചിനെയും കൊണ്ട് പോയെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു പോന്നോളും. എന്ത് കാണാനാണോ ഇപ്പോൾ ഇവൾ അങ്ങോട്ട് പോകുന്നത്? അവിടെ എന്ത് കാണാനാ? വെറുതെ ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്ന അനഘയെ കണ്ടിട്ട് പോരാ. പിന്നെ കൊച്ചിനെ അതിൻ്റെ തള്ളയെ കാണുമെന്ന് പറഞ്ഞാലേ കൊണ്ട് കാണിക്കട്ടെ സാറേ, അതിന് നമ്മളെന്തിനാ പേടിക്കുന്നത്? അപ്പം ഉടനെ അബി പറയാണ്, എനിക്കിപ്പം ആകെ മൊത്തം പേടിയാണ്. ഒന്നെങ്കിൽ ആ അനഘ അങ്ങ് തീർന്നു കിട്ടണം, ഇല്ലെങ്കിൽ ഈ കൊച്ചിനെ ആദർശ് ഏറ്റെടുക്കണം. ഇപ്പം ഏകദേശമൊക്കെ ആദർശിൻ്റെ തലയിലാണ്. വീട്ടിലെല്ലാവരും വിചാരിക്കുന്നത് ആദർശിൻ്റെ കൊച്ചാണ് അനഘ ചന്തുമോളെന്നാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അവൻ്റെ ഭാര്യ നയനയും ഒന്നും അത് വിശ്വസിച്ചിട്ടില്ല. ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ആ സമയത്തും ആ നയനയും അതുപോലെ തന്നെ ആദർശും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒറ്റ പൈസ പോലും തരില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്തായാലും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ, അവൾ പോയി കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നയന ചന്തുമോളെയും കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ അനഘയുടെ വീട്ടിൽ. അനഘയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ജോലിക്കാരി എവിടെയുണ്ട്. ജോലിക്കാരി വിളിക്കുന്നു ചന്തുമോളെ കാണുമ്പോൾ, ആ ചന്തുമോളാണോ? മോൾ അമ്മയെ കാണാൻ വന്നതാണോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൊച്ചിനങ്ങ് സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നയന ചോദിക്കുന്നുണ്ട് എവിടെയാണ് അനഘ എന്ന് ചോദിക്കുമ്പം അവർ കാണിച്ചു കൊടുക്കുകയാണ് അനഘ കിടക്കുന്നത്. അപ്പം നയന കൊച്ചുമായിട്ട് അനഘയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനഘയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പം ചന്തുമോള് അമ്മയുടെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എഴുന്നേക്കമ്മേ, എന്താ അമ്മ ഇങ്ങനെ കിടക്കുന്നത്? അമ്മേ ചന്തുമോള് വന്നിട്ടുണ്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞ് കൊച്ചങ്ങ് വിളിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമാവുക. നയന ചന്തുമോളെ ചേർത്ത് നിർത്തിയിട്ട് പറയാം, മോളെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കല്ലേ, അമ്മയ്ക്ക് സംസാരിക്കാൻ മേലാഞ്ഞിട്ടല്ലേ മോളോട് സംസാരിക്കാത്തത്, പിന്നെ എന്തിനാ മോളിങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അമ്മ മോളെ കാണുന്നുണ്ട്, മോള് സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ, പിന്നെ എന്തിനാ അമ്മയെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ അനഘയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകാണ് കേട്ടോ. അപ്പോൾ ജോലിക്കാരി അവിടെ നിന്ന് പറയുന്നുണ്ട്, എപ്പോഴും ഇതാണ്, ഈ കുഞ്ഞിനെ ഓർത്തിട്ടാണ് അതിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത്. ഇപ്പോൾ ആ കൊച്ചിനെ കണ്ടിട്ട് ഒന്ന് തൊടാൻ പോലും പറ്റാത്തത് കൊണ്ട് അനഘയുടെ കണ്ണ് നിറയുന്നതെന്ന് പറയുമ്പം നയന ചന്തുമോളെ എടുത്ത് അനഘയുടെ അടുത്ത് ചെന്നിരിക്കുക. എന്നിട്ട് ചന്തുമോളുടെ കൈ കൊണ്ട് അനഘയുടെ കയ്യിൽ ഇങ്ങനെ പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനഘ ആകെ മൊത്തം അനഘയുടെ കണ്ണെല്ലാം നിറഞ്ഞ് മുഖമൊക്കെ ചുമന്ന് വരുന്നത് നമ്മളെ കാണിക്കും. അത് കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, വിഷമിക്കേണ്ട അനഘ കേട്ടോ, എല്ലാ സത്യങ്ങളും എനിക്കറിയാം. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും അത് ആദർശേട്ടനല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കും അതുപോലെ അനഘയ്ക്കും അറിയാം. പിന്നെ ആരായാലും ആ വിവരമൊക്കെ നമ്മൾ പിന്നീട് അറിയും. ഞങ്ങൾ DNA ടെസ്റ്റിനൊക്കെ ഉള്ള സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. എന്തായാലും ആരായാലും ഈ കുഞ്ഞിനെ ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. അനന്തപുരിയിലെ കൊച്ചുമോളായിട്ട് തന്നെ ഇവള് വളരുന്നത്. അവളെ സന്തോഷമായിട്ടാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ സ്വന്തം മോളെ പോലെയാണ്. അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അനഘ അതോർത്ത് വിഷമിക്കേണ്ട, അവളെ നല്ല രീതിയിൽ വളർത്താനും നല്ല ഒരു നിലയിൽ എത്തിക്കാനും ഒക്കെ മുത്തശ്ശനെ കൊണ്ട് പറ്റും. അനന്തപുരിയിലല്ലേ അവള്, അതുകൊണ്ട് അനഘ അതോർത്ത് വിഷമിക്കുകയേ ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴും അനഘ ഇങ്ങനെ അങ്ങ് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നയന വീണ്ടും പറയാണ്, ആരാണ് അനഘയെ ചതിച്ചത്? ആരാണ് ചന്തുമോളുടെ അച്ഛൻ? ആദർശേട്ടനല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അനഘയ്ക്കും അതറിയാം. പാവം ആദർശേട്ടൻ അവിടെ ക്രൂശിക്കപ്പെടുക. എല്ലാവരും പറയുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നാണ്. പക്ഷേ
അനഘയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അതൊന്ന് തെളിയിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അനഘ ഇതെല്ലാം കേട്ട് അനഘയുടെ ആ മുഖത്തും കണ്ണിലും ഒക്കെ ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചന്തുമോൾ പിന്നെയും വിളിക്കുകയാണ്, അമ്മ എണീക്കമ്മേ, അമ്മ എണീക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് ചന്തുമോൾ ഇങ്ങനെ വിളിക്കുമ്പം പെട്ടെന്ന് തന്നെ അനഘയുടെ കൈയൊന്ന് അനങ്ങാണ്, കുഞ്ഞിനെ ഇങ്ങനെ തൊടുക. അപ്പോൾ ഇത് നയന കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നയന ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക, എന്താ അനഘ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ കൈ അനങ്ങിയിട്ട് കുഞ്ഞിനെ വന്നിങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട് അനഘ. അത് കഴിയുമ്പം ചോദിക്കുന്നുണ്ട്, എന്താ അനഘയെന്ന് ചോദിക്കുമ്പം അനഘ ഇങ്ങനെ വാഗൊണ്ട് പറയുക കേട്ടോ, പതുക്കെ അബി 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 എന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം പറയാണ്, അബി അബി എന്ന്. അപ്പോഴേക്കും നയന ചോദിക്കുക, എന്താ പറഞ്ഞത്, അബിയോ? അബിയാണോ കുഞ്ഞിൻ്റെ അച്ഛൻ? അബിയാണോ ചന്തുമോളുടെ അച്ഛൻ? അനഘയെ ചതിച്ചത് അബി തന്നെയാണോ എന്ന് ചോദിക്കുമ്പം തല ഇങ്ങനെ ആട്ടുകയാണ്, അബി എന്ന് പറയുകയും ചെയ്യുക. അപ്പം നയന ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക. അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ അനഘ അങ്ങ് മരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയൊന്ന് സംസാരിച്ച് കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ ഒന്ന് മുറുക്കി പിടിച്ച് അബിയാണെന്നുള്ള വിവരം നയനയോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അനഘ മരിക്കുകയാണ്. അപ്പം പിന്നെ അനക്കമൊന്നുമില്ല. അപ്പം നയന അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അനഘയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോയി. അപ്പോൾ ജോലിക്കാരിയെ വിളിക്കുക, അതേ അനഘ പെട്ടെന്ന് എന്നോട് സംസാരിച്ചു, കയ്യിലൊക്കെ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്തു, ഒരു ചെറിയ ചലനമൊക്കെ വരികയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ യാതൊരു അനക്കവും ഇല്ല, കണ്ണൊക്കെ അടഞ്ഞു പോയല്ലോ എന്ന് പറയുമ്പോൾ അവർ വന്നു ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട്, അനഘ പോയെന്നാണ് തോന്നുന്നത്, മരിച്ചെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. അയ്യോ അനഘ മരിച്ചോ എന്ന് പറഞ്ഞ് മോളെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ അനഘ മരിച്ചിരിക്കുകയാണ്. എല്ലാവരും വരെ ആ മുത്തശ്ശനും മറ്റുള്ളവരും എല്ലാവരും വന്ന് അനഘയുടെ വീട്ടിൽ വെച്ച് തന്നെ നേരത്തെ പോലെ തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക. അപ്പോൾ അബിക്ക് അങ്ങ് സന്തോഷമാകുകയാണ്. അബിയുടെ കൂട്ടാളികളുമായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അവളങ്ങ് പോയി, കൊച്ചിനെ കൊണ്ട് കാണിച്ചപ്പം ഒന്നും പറഞ്ഞില്ലല്ലോ, അതിനു മുമ്പേ അവളങ്ങ് പോയല്ലോ, വളരെ നല്ല കാര്യം, ഒരു ശല്യം പോയി കിട്ടി. ഇനിയിപ്പോൾ ആ കൊച്ച് ഒന്നെങ്കിൽ അതിനെ അങ്ങ് തീർക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ അബിയുടെ ആദർശിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുകയും ചെയ്യണം എന്നൊക്കെ അബി അവിടെ നിന്ന് സംസാരിക്കുക. അബി ഭയങ്കര ക്രൂഡായിട്ട് പെരുമാറുക. അപ്പോൾ വീണ്ടും ആദർശ് എന്നോട് പറയുന്നുണ്ട്, അനഘ മരിച്ചു, കാണാൻ ചെല്ലണം എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഒന്ന് വന്ന് കണ്ടിട്ട് പോ, ചന്തുമോളുടെ അമ്മയല്ലേ. അപ്പോൾ ആദർശ് പറയാം, ഞാനെന്തിനാ അവിടെ വന്ന് കാണേണ്ടത്, അന്ന് ഞാൻ ഇതുപോലെ വന്നപ്പം അവിടെ കൂടി നിന്നവരെല്ലാം പറഞ്ഞു ചന്തുമോളുടെ അച്ഛൻ ഞാനാണ്, അനഘയെ ചതിച്ചത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പം ഞാൻ വന്ന് നിന്ന് വെറുതെ അവിടെ നാണം കെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങളൊക്കെ പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അനഘയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, കുട്ടിയെ നമ്മൾ അനന്തപുരിയിൽ തന്നെയാണ് താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ആ സത്യം തെളിയുന്നത് വരെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കുഞ്ഞിനെ അനന്തപുരിയിലേക്ക് തന്നെ നയനെ കൊണ്ടുവരിക. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും ദേവയാനിക്ക് ഒരു ശകല സ്നേഹമൊക്കെ അപ്പോൾ തോന്നുന്നുണ്ട്. അന്നേരം നയനോട് ചോദിക്കുക, ആ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചു പോയല്ലേ, പാവം കുട്ടി, ഈ പ്രായത്തിനോടിടയിൽ ഇപ്പം ആരും ഇല്ലാതാകുകയും ഇങ്ങനൊരവസ്ഥയിലാവുകയൊക്കെ ചെയ്തല്ലോ അത് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുക. അപ്പോഴും നയനയുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ, അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അനഘ പറഞ്ഞ കാര്യം. നയന നേരെ ആദർശിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇന്ന് ഞാൻ ചന്തുമോളെയും കൊണ്ട് അനഘയെ കാണാൻ പോയപ്പം അവിടെ വെച്ച് അനഘ എന്നോട് സംസാരിച്ചതാ, അവസാന നിമിഷമായിട്ട് ഒരു മരണമൊഴി പോലെ അനഘ എന്നോട് പറഞ്ഞു, അബിന്ന്, അബി ആയിരിക്കും അവളെ ചതിച്ചത്, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, അതിനുശേഷം മരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുമ്പം ആദർശ് പറയാം, നിന്നോട് അനഘ അങ്ങനെ സംസാരിച്ചു, കുഞ്ഞിൻ്റെ കയ്യിൽ മുറുക്കി പിടിക്കുകയും ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പം അബി എന്ന് 2-3 പ്രാവശ്യം പറയുകയൊക്കെ ചെയ്തു, അതിനുശേഷമാണ് അനഘയുടെ ജീവൻ പോയതെന്ന് പറയുമ്പം ആദർശ് പറയാ, എന്നാൽ അബി തന്നെയായിരിക്കും, നമ്മൾ വിചാരിച്ചതിന് യാതൊരു മാറ്റവും ഇല്ല, അവനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവൻ അതിൻ്റെ പേരിൽ എന്നെ അകപ്പെടുത്താൻ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാ. അപ്പം നയന പറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് തെളിയിക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണമല്ലോ, അനഘ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, ഞാൻ നാടകം കളിക്കുകയാണെന്ന് പറയും, അതുകൊണ്ട് തന്നെ നമ്മുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരട്ടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ജ്വല്ലറിയിൽ അന്ന് നടന്ന ആ അട്ടിമറി, ആ കള്ളസ്വർണം കൊണ്ടുവന്നിട്ട് മൂർത്തീസ് ജ്വല്ലറി വഴി വിറ്റ ആ പരിപാടി, അതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ നടക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്തപ്പം അയാൾ കാലിൽ വീണ് മാപ്പ് പറയുകയൊക്കെ ചെയ്തു, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ പറഞ്ഞത്, പക്ഷേ അയാളെ പോലീസ് ഒന്ന് പിടിച്ചു കുടഞ്ഞ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ അവിടെ ആരോ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ട്, ആരാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയുമ്പം നയന തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അഭിയെങ്ങാനും ആയിരിക്കുമോ, ഇത്രയധികം കള്ളത്തരം ചെയ്യുന്ന അവനെങ്ങാനും ആയിരിക്കുമോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ്
ആദർശ് പറയുന്നുണ്ട് എനിക്കും അവനെ സംശയമൊക്കെ ഉണ്ട്, പക്ഷേ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് അത്ര പോരാ. അബിയുടെ കൂട്ടാളിയാണോ എന്ന് സംശയമുണ്ട്. അവൻ ഏതെങ്കിലും വിധത്തിൽ അയാളെ സ്വാധീനിച്ച് വച്ചിരിക്കുന്നതാണോ എന്നും സംശയമുണ്ട്. അന്വേഷണം നേരായ വഴിക്കൊന്നും പോകുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പം അതിൻ്റെ പുറകെ ഒന്നും നിൽക്കാൻ പറ്റുന്നേ ഇല്ല എന്നിങ്ങനെ പറയുക. അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ആ കള്ളത്തരം ചെയ്തതും അഭിയാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അവരെ കണ്ടെത്തേണ്ടതല്ലേ. അതുകൊണ്ട് ആദർശൻ ഇതിൻ്റെ പുറകിലൊക്കെ നിൽക്കണം എന്ന് പറയാണ്. മുത്തച്ഛനോട് പറഞ്ഞ് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒന്ന് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോവില്ല എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശ, നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന ആ കള്ളത്തരം അതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുറച്ച് മാസങ്ങളായിട്ടും അന്വേഷണം അങ്ങ് ഇഴഞ്ഞു നീങ്ങുകയാണ്. ആ ഉദ്യോഗസ്ഥൻ ആരുടെയൊക്കെയോ പക്ഷം പിടിച്ചാണ് അന്വേഷിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു കാര്യങ്ങളും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെയായാൽ അത് ശരിയാവില്ലല്ലോ മുത്തശ്ശ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാണ്, അതിൻ്റെ ഉത്തരവാദിയെ കണ്ടുപിടിച്ച് ശിക്ഷ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇനിയും അവരത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജ്വല്ലറിയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരാൾ നമ്മുടെ ജ്വല്ലറി വേണ്ട. അതുകൊണ്ട് ആ അന്വേഷണം നേരായ രീതിയിൽ പോകേണ്ടത് ആവശ്യം തന്നെയാണ് ആദർശ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയാം എനിക്ക് ഈ കാര്യങ്ങളും ടെൻഷനും ഒക്കെ ആയതുകൊണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മുത്തശ്ശൻ തന്നെ ഒരു കാര്യം ചെയ്യണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനായിട്ട് DGPക്ക് ഒരു പരാതി കൊടുക്കണം. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റ് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്വേഷണമൊക്കെ നേരായ രീതിയിൽ പോവുകയും യഥാർത്ഥ കള്ളനെ പിടിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ, അടുത്ത ദിവസം തന്നെ ഞാൻ DGPക്ക് മെയിൽ ചെയ്യാം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ എത്ര പ്രഷർ കൊടുത്താണെങ്കിലും മാറ്റി മറ്റൊരാളെ വയ്ക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ആ കാര്യങ്ങളൊക്കെ നീക്കുകയാണ്. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അബിയുടെ കൂട്ടാളിയായ ആ SIയെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരാളെ വെക്കുകയാണ് കേട്ടോ. നമ്മുടെ പഴയ ആ SI അബിയോട് ശത്രുതയുള്ള അയാളെ തന്നെ ഈ കേസ് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അതേസമയം അബി ഇതറിഞ്ഞു കഴിയുമ്പം അബിക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുക ആകെ മൊത്തം പ്രശ്നമായല്ലോടോ, ഇനി മുത്തശ്ശനും എല്ലാം ഇടപെട്ടിട്ട് ഇപ്പം തന്നെ മാറ്റിയിട്ട് ഇനി വേറൊരാളെ വെച്ചു. അയാളാണെങ്കിൽ എന്നെ കണ്ണ് കീറി കാണാൻ മേലാത്ത ഒരാളുമാണ്. ഇനി ഞാൻ അകത്ത് പോകുമെന്നാണ് തോന്നുന്നത്. തനിക്ക് തന്ന പണമൊക്കെ വെറുതെ ആയി പോവല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ SI പറയാം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ ശരിക്കും സാറിൻ്റെ ഒപ്പം തന്നെയാണ് നിന്നത്. പക്ഷേ ഇപ്പം എന്നെ മാറ്റിയിട്ട് വേറൊരാളെ വച്ചിരിക്കുകയാണ്. DGPക്ക് അതുപോലെ പ്രഷർ ചെയ്ത് സാറിൻ്റെ മുത്തശ്ശൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർക്ക് ആ കള്ളനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയാം. അപ്പോൾ പിന്നെ അബിക്ക് വീണ്ടും ടെൻഷനാവും. എങ്ങാനും കണ്ടുപിടിക്കുമോ, ഈ കള്ളത്തരങ്ങാൻ കണ്ടുപിടിച്ചാൽ മുത്തശ്ശൻ പിന്നെ ജ്വല്ലറിയിലേക്ക് അടുപ്പിക്കുകയില്ല. ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടുണ്ട്, ഇനി ഒറ്റ ബ്രാഞ്ചിന് പോലും ചുമതലയോ ആ പരിസരത്ത് അടുക്കാൻ പോലും അനുവദിക്കുകയോ ചെയ്യല്ല. എന്ത് ചെയ്യും, കഷ്ടകാലം വരുമ്പോൾ 4 വശത്തൂടെയാണല്ലോ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ അബി പറയാണ് കേട്ടോ. അങ്ങനെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആ പഴയ സ്വർണ്ണപ്പണിക്കാരനെ പിടിക്കുന്നത്. സ്വർണ്ണപ്പണിക്കാരനെ പിടിച്ചിട്ടൊന്ന് കൊടയാണ് ചെയ്യുന്നത്. അയാൾ ചോദിക്കുന്നുണ്ട് ആരാടോ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശനും കൂടെ ഉണ്ട് കേട്ടോ, ആദർശമുണ്ട്, അബിയുണ്ട്. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ സാറേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാരാ, ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അഭിനയമൊക്കെ പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ SI പറയാണ് താനത് ചെയ്തതിൻ്റെ നല്ലതായിട്ടുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, താനത് ചെയ്തതിൻ്റെ CCTV ഫൂട്ടേജും ഉണ്ട്. ഇതിനെല്ലാം കൂട്ടുനിന്നത് താൻ തന്നെയല്ലേ, തൻ്റെ അപ്പനും അപ്പൂപ്പനും ഒന്നും കള്ളന്മാരായിരുന്നില്ല, പക്ഷേ താനൊരു കള്ളനല്ലേ എന്നൊക്കെ ചോദിക്കുക. പിന്നെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അപ്പോഴേക്കും മുത്തശ്ശനും ചോദിക്കുകയാണ് സത്യം പറഞ്ഞു, വർഷങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തെ എനിക്ക് അറിയാവുന്നതാണ്, ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്കിത് തന്നെ പണി തരുവാണോ എന്നൊക്കെ മുത്തശ്ശൻ അയാളോട് ചോദിക്കുക. അപ്പോൾ പിന്നെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ മേലാതെ അയാൾ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുക. അയാൾ പറയുന്നുണ്ട് അയ്യോ സാറേ എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം, ഞാനിങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയി. വീട്ടിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ ഓർത്തപ്പം കുറേ പണം കയ്യിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തപ്പം ഞാൻ വേറൊന്നും വിചാരിച്ചില്ലെന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട് SI ആരാടാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്, ആരാടാ നിനക്ക് ഇത്രയും പണമൊക്കെ തന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അത് വേറെ ആരുമല്ല, നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ അബിസാറാണ്. അബിസാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിരുന്നത് ഞാൻ ചെയ്യലായിരുന്നു, അബിസാറാ ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് തുറന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അബി അവിടെ നിൽപ്പുണ്ട്. അബി ആകെ വിറൽ വെളിച്ച് നിന്ന് വെച്ച് പറയാം ഇയാൾ നുണ പറയുന്നതാ മുത്തശ്ശ, ഞാൻ നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുമോ, നമ്മുടെ ട്രസ്റ്റിലെ മെമ്പറല്ലേ ഞാനും, പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കക്കുവോ
പോവുമോ, അവൻ എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നതാന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, നീ ഇനി ഒരക്ഷരം മിണ്ടണ്ട, നീയാണോ ഇതിൻ്റെ പിറകിലെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ മുതലേ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ദേ ഇപ്പം ഇത് വ്യക്തമായി. അപ്പം മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥനെ നീയല്ലേ കയ്യിലെടുത്ത് പണവും കൊടുത്ത് സ്വാധീനിച്ച് അന്വേഷണം വൈകിപ്പിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരൻ തന്നെ അവിടെ നിന്നിട്ട് പറയാം, അതേ സാറേ, ആ സാറ് ഇതിനെല്ലാം കൂട്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. എന്നെ വിളിച്ച് ചോദ്യം ചെയ്ത് വിടുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതെല്ലാം ഇവരെല്ലാം കൂടി മറച്ചു വെച്ചതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മൂർത്തി സാറേ, എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെ കാക്കലൊക്കെ വീഴുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ചുമ്മാ അങ്ങ് പൊറുക്കാനൊന്നും പറ്റില്ല, താൻ ചെയ്തതും വലിയ തെറ്റ് തന്നെയാണ്, വിശ്വാസവഞ്ചന തന്നെയാണ് ചെയ്തത്, അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ താനും അനുഭവിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അബി അവിടെ നിൽക്കുകയാണ്. അബിയോട് ആദർശ് പറയുന്നുണ്ട്, അബി നീ തന്നെ ഈ ചതി ചെയ്തല്ലോ, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് തന്നെ മോഷ്ടിക്കണമായിരുന്നോ നീയേ ഇത് ചെയ്യുള്ളെന്ന് എനിക്കറിയായിരുന്നു. നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു കളത്തരം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്വാധീനമുള്ള ഒരാളായിരിക്കുമെന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചതാ. പിന്നെ എന്തുകൊണ്ട് നിൻ്റെ നേരെ അന്വേഷണം വരുന്നില്ലെന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് അയാളെ സ്വാധീനിച്ച് അന്വേഷണം വൈകിപ്പിച്ചത് നീ തന്നെയാണെന്നുള്ള കാര്യം. എന്തായാലും അബി, ഇനി ഈ ജ്വല്ലറിയിലേക്ക് നീ കയറണ്ട. നിന്നെ പല പ്രാവശ്യം വിലക്കിയിട്ടും ഒരു ജോലിക്കാരൻ്റെ സ്ഥാനവും ശമ്പളവും ഒക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒരു ജ്വല്ലറിയുടെ സ്ഥാനവും കൂടി തന്നിട്ടുണ്ട്. അതൊന്നും വേണ്ട, ഇനി നീ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അബി മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കില്ല, ഞാൻ ഇനി മേലെ ചെയ്യില്ല, ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കൂടി നാണക്കേടാ, ജ്വല്ലറിക്കും നാണക്കേടാ, അതൊക്കെ മുത്തശ്ശൻ അറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് അതൊക്കെ നന്നായിട്ട് അറിയാം, തൽക്കാലം ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളാം പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, കുറച്ച് ദിവസം അവൻ അകത്ത് കിടക്കട്ടെ, എന്നാലേ കാര്യങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ, പിന്നെ പുറത്ത് ഈ കാര്യങ്ങളൊന്നും പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസിനോട് പറയുന്നുണ്ട്. കാരണം ഇത് പുറത്ത് ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറിക്കും കുടുംബത്തിനും ഒക്കെ നാണക്കേടാവും, അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും പുറത്തു പോകണ്ട, പക്ഷേ ഇവൻ അകത്ത് കിടക്കട്ടെ, ആരെങ്കിലും ഇവൻ ഇവിടെയെന്ന് ചോദിച്ചാൽ അതിന് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞെങ്കിൽ ശരിയാക്കാമെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി പണി കൂടി DNA ടെസ്റ്റിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടിങ് വന്നു കഴിയുമ്പോൾ അബിക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്